ഇപ്പൊ നമ്മുടെ മൊഡ്യൂള് 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മൊഡ്യൂള് 1ന്റെ ഒരു സമ്മറി പോലെ പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഈ 5 ചാപ്റ്റേഴ്സിലായിട്ട് എന്തൊക്കെയാണ് പഠിച്ചിരുന്നതെന്ന് ഒന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആയിരുന്നു. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് വരണം, ഇതിനെയാണ് പ്രപ്പോസിഷൻ എന്ന് വിളിക്കുക. അടുത്തത് നിങ്ങൾ കണ്ടത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ നെഗേഷൻ, ഓർ, ആൻഡ്, എക്സ്ക്ലൂസീവ് ഓർ, ഇംപ്ലിക്കേഷൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഇതൊക്കെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അതിന്റെ ട്രൂത്ത് ടേബിൾ ആണിത്. പിയും ക്യൂവും എടുത്തു. നെഗേഷൻ പി കാണാൻ അറിയാം. പിന്നെ പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ രണ്ടും ഫോൾസ് വരുമ്പോൾ മാത്രമേ ഫോൾസ് വരുള്ളൂ. പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ രണ്ടും ട്രൂ വരുമ്പോൾ മാത്രമേ ട്രൂ വരുള്ളൂ, ബാക്കിയൊക്കെ ഫോൾസ് ആണ്. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എക്സാക്ട്ലി ഒരെണ്ണം ട്രൂ വരുമ്പോൾ മാത്രമേ ട്രൂ വരുള്ളൂ. പിന്നെ ഇംപ്ലിക്കേഷനിൽ ട്രൂ ഫോൾസ്, ഈ കേസിൽ മാത്രമേ ഫോൾസ് ഉള്ളൂ, ബാക്കിയൊക്കെ ട്രൂ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫിൽ സെയിം ട്രൂത്ത് വാല്യൂ വരുമ്പോൾ, അതായത് ടി ടി എഫ് എഫ് വരുമ്പോഴാണ് ട്രൂ ആവുക. ഓക്കെ, അടുത്തത് നമ്മൾ പഠിച്ചത് ഒരു ഇംപ്ലിക്കേഷൻ പി ഇംപ്ലൈസ് ക്യൂവിന്റെ കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇംപ്ലൈസ് പി. ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. പിന്നെ ഒരു പ്രപ്പോസിഷൻ എപ്പോഴും ട്രൂ ആണ്, അതിന്റെ ട്രൂത്ത് വാല്യൂസ് എല്ലാം ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ടോട്ടോളജി എന്ന് വിളിക്കും. ഇനി എല്ലാം ഫോൾസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കോൺട്രാഡിക്ഷൻ എന്ന് വിളിക്കും. ഇനിയിപ്പോ ടോട്ടോളജിയും അല്ല കോൺട്രഡിക്ഷനും അല്ല, അതിനെയാണ് കോണ്ടിൻജൻസി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ട എക്സാമ്പിൾസ് എല്ലാം കോണ്ടിൻജൻസി ആണ്, കാരണം എല്ലാം ട്രൂവോ എല്ലാം ഫോൾസോ ആയിട്ടുള്ളത് ഇല്ല, മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പൊ ഡിസ്കസ് ചെയ്തിരുന്നു, ടോട്ടോളജിയുടെയും കോൺട്രഡിക്ഷന്റെയും എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇത്രയാണുള്ളത്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പ്രപ്പോസിഷൻ, അതായത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് പ്രപ്പോസിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കറക്റ്റ് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ പ്രപ്പോസിഷൻസ് ആണ്. ഇപ്പോ ലുക്ക് അറ്റ് ദാറ്റ് അല്ലെങ്കിൽ ടേക്ക് ദാറ്റ് അങ്ങനെയൊക്കെ പറയുന്നത് പ്രപ്പോസിഷൻസ് അല്ല. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇംഗ്ലീഷിലെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്, അതായത് ഇപ്പൊ പി ഓർ ക്യൂ ആണോ അല്ലെങ്കിൽ പി ആൻഡ് ക്യൂ ആണോ അല്ലെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ആണോ അങ്ങനെ എഴുതാനായിട്ട് വരും. പിന്നെ ഇത് വരും കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ്, അതായത് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിന്റെ എഴുതാനായിട്ട് വരും. പിന്നെ മെയിൻ ആയിട്ട് ട്രൂത്ത് ടേബിളും വരും, അതായത് ഓരോന്നിന്റെയും ചെയ്യാനായിട്ട് ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇത് എക്സാം എടുത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാ വരിക എന്നുള്ളതൊക്കെ. അപ്പൊ ഇതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലോജിക്കലി ഇക്വാലന്റ് ആണ്. അപ്പൊ രണ്ട് പ്രപ്പോസിഷൻസ് പിയും ക്യൂവും ലോജിക്കലി ഇക്വാലന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് സെയിം ട്രൂത്ത് വാല്യൂ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മളത് എക്സാമ്പിൾസ് ഒക്കെ കണ്ടു, അതായത് ലോജിക്കലി ഇക്വാലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വരും. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് വരിക. പിന്നെ കുറെ ലോകൾ പഠിച്ചു, നമ്മൾ ഒരു 12 ലോ പഠിച്ചു. ഐഡന്റിറ്റി ലോ, ഡോമിനേഷൻ, ഐഡംപൊട്ടന്റ്, ഡബിൾ നെഗേഷൻ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഡി മോർഗൻസ് ലോ, ഇൻവേഴ്സ്, ഇംപ്ലിക്കേഷൻ, കൺവേർഷൻ, കോൺട്രാപോസിറ്റീവ്, റിഡക്റ്റീവ് ആൻഡ് അബ്സോർഡം ലോ. അപ്പൊ ഇത്രയും നെയിംഡ് ലോസ് ആണ്. അപ്പൊ എന്താണ് ലോ എന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ വെരിഫൈ ഡോമിനേഷൻ ലോ എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ലോ എന്താണെന്നും കൂടെ അറിയണം. അപ്പൊ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ, അതായത് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് ലോജിക്കലി ഇക്വാലന്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനായിട്ടായിരിക്കും പറയുക. പിന്നെ ലോകളും പഠിച്ചിരിക്കണം. പിന്നെ അതിൽ വരുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്, അതായത് ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റിനെ ലോകൾ ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞിരുന്നു മെയിൻ, അതായത് എല്ലാത്തിലും കൂടെ വരുന്ന കോമൺ സ്റ്റെപ്സ് ഒന്നും ഇല്ല, പക്ഷെ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക കിട്ടണ്ടോന്ന്, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിൾ എങ്കിലും വരച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത് ലോജിക്കലി ഇക്വാലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അടുത്ത ചാപ്റ്റർ ആണ് ക്വാണ്ടിഫയേഴ്സ്. അത് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുണ്ട്, യൂണിവേഴ്സലും ഉണ്ട്, എക്സിസ്റ്റൻഷ്യലും ഉണ്ട്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ടൈപ്പ് ആണ്, അതായത് എല്ലാ എക്സിനും പി ഓഫ് എക്സ് ട്രൂ ആണെന്ന്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there exist x p of x, അതായത് കുറച്ച് എക്സിനെ പി ഓഫ് എക്സ് ട്രൂ ഉള്ളൂ. ഇനി ഈ പി ഓഫ് എക്സ് ട്രൂ ആവുന്ന എക്സിന്റെ വാല്യൂസിന്റെ ആ സെറ്റ്,
അതായത് എക്സിന്റെ കളക്ഷൻ സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ട്രൂ ആണ്. ഇതിനെയാണ് യൂണിവേഴ്സൽ ഡൊമൈൻ അല്ലെങ്കിൽ UD എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിന് പി ഓഫ് എക്സ് എന്ന് എഴുതാനായിട്ട് പ്രെഡിക്കേറ്റും സബ്ജക്റ്റും ആയിട്ട് എഴുതാനൊക്കെ ആയിട്ട് അറിയാം. അപ്പൊ അത് ഒരു പ്രപ്പോസിഷൻ അല്ല. ആക്ച്വലി എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ മാത്രമേ അതിന് ട്രൂത്ത് വാല്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പ്രപ്പോസിഷൻ ആവുള്ളൂ. പിന്നെ ഡിമോർഗൻസ് ലോ പഠിച്ചു. അതായത് ഫോർ എവറി എക്സ് പി ഓഫ് എക്സിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ്. അതുപോലെ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് ഫോർ എവറി എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വരിക ഫസ്റ്റ് വരുന്നത് അതായത് പി ഓഫ് എക്സ് അതിന് എക്സിന് ഓരോ വാല്യൂസ് കൊടുത്തിട്ട് ട്രൂത്ത് വാല്യൂ ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഇങ്ങനെ അതായത് ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണോ അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വരും. പിന്നെ ഇംഗ്ലീഷിൽ തന്നിട്ട് ഈ രൂപത്തിലേക്ക് എഴുതാനായിട്ട് വരും. പിന്നെ ഇങ്ങനെ തന്നിട്ട് തിരിച്ച് ഇംഗ്ലീഷിലേക്ക് എഴുതാൻ വരും. പിന്നെ അതായത് നെഗേഷൻ എഴുതാൻ വരും. അതായത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിന് നെഗേഷൻ ആയിട്ട് എഴുതാനും വരും. ഡിമോർഗൻസ് ലോയും വരും. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അതിന്റെയൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട് വന്നപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് അറിയാലോ നിങ്ങൾക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഇതും ഇതുപോലെ തന്നെ ഒരു കേസ് തന്നു കഴിഞ്ഞാൽ ട്രൂ ആണോ ഫോൾസ് ആണോ പറയാനായിട്ട് അങ്ങനെയൊക്കെ അറിയാം. അടുത്ത ചാപ്റ്റർ ആയിരുന്നു ആർഗ്യുമെന്റ്സ്. അപ്പൊ ആർഗ്യുമെന്റ്സ് മെയിൻ ആയിട്ട് രണ്ട് തരാനുള്ളത്, വാലിഡും ഇൻവാലിഡും. അതായത് ഒരു ആർഗ്യുമെന്റ് വാലിഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആർഗ്യുമെന്റ് വാലിഡ് ആണ് അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ്. അപ്പോ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചിലപ്പോൾ ഹൈപ്പോത്തസിസും കൺക്ലൂഷനും തന്നിട്ടുണ്ടാവും. എന്നിട്ട് ആർഗ്യുമെന്റ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വരും. അല്ലെങ്കിൽ അതായത് നിങ്ങൾ തന്നെ കൺക്ലൂഷനിലേക്ക് എത്തേണ്ടി വരും. അങ്ങനത്തെയും നമ്മൾ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വരുന്നത് റൂൾ ഓഫ് ഇൻഫറൻസ് ആണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് റൂളുകൾ. അതായത് പി ഇംപ്ലൈസ് പി ഓർ ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഈ രൂപത്തിൽ എഴുതും, പി ഡിവൈഡഡ് ബൈ ദെയർഫോർ പി ഓർ ക്യൂ. അങ്ങനത്തെ കുറച്ച് ടേബിൾ വരച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. അതായത് ഇംഗ്ലീഷിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അപ്പം ഇങ്ങനെ അതിനെ ഇങ്ങനത്തെ രൂപത്തിലേക്ക് എഴുതാനായിട്ട് അത് നമ്മൾ കുറച്ച് പേരൊക്കെ പഠിച്ചിരുന്നു. സിംപ്ലിഫിക്കേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൈപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ എഴുതാനായിട്ട്. അതിന്റെ എക്സാമ്പിൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കാം. അപ്പൊ ഇതിൽ അങ്ങനെയാണ് വരിക. വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ ചെക്ക് ചെയ്യാൻ, കൺക്ലൂഷൻ കണ്ടുപിടിക്കാൻ റൂൾ ഓഫ് ഇൻഫറൻസും വരും. ഇങ്ങനത്തെ രൂപത്തിൽ ഏതെങ്കിലും എഴുതാനായിട്ടും വരും. പിന്നെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൂഫ്സ് ആണ്. അതിൽ മെയിൻ ആയിട്ട് 6 തരത്തിലുണ്ട്. വാക്വസ്, ട്രിവിയൽ, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, പ്രൂഫ് ബൈ കേസസ്, എക്സിസ്റ്റൻസ്. ഡയറക്റ്റ് 2 തരമുണ്ട്, കോൺട്രാപോസിറ്റീവും കോൺട്രഡിക്ഷനും. എക്സിസ്റ്റൻസും 2 തരത്തിലുണ്ട്, കൺസ്ട്രക്റ്റീവും നോൺ കൺസ്ട്രക്റ്റീവും. വാക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഉദ്ദേശം പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാം നമുക്ക്. അപ്പൊ വാക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഫോൾസ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്. അപ്പൊ അത് കാണിക്കലാണ് വാക്വസിന്റെ ഉദ്ദേശം. ട്രിവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഫോൾസ് വരികയും പി ട്രൂ വരുകയാണുള്ള പ്രശ്നം വരിക. അപ്പൊ ക്യൂ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ ക്യൂ ട്രൂ ആണെന്ന് കാണിക്കലാണ് ട്രിവിയലില് ചെയ്യുന്നത്. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി ട്രൂ ആണെങ്കിൽ ക്യൂവും ട്രൂ ആയേ പറ്റുള്ളൂ, എന്നാലാണ് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആവുള്ളൂ. അപ്പൊ നമ്മൾ പി ട്രൂ ആന്ന് അസ്യൂം ചെയ്തിട്ട് ക്യൂവും ട്രൂ ആന്ന് പ്രൂവ് ചെയ്യാണ് ഡയറക്റ്റില് ചെയ്യുന്നത്. ഇൻഡയറക്റ്റില് മെയിൻ ആയിട്ട് 2 തരമുണ്ട്. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആന്ന് കാണിക്കാൻ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആന്ന് കാണിച്ചാൽ മതി. അത് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. പിന്നെ അത് ലോജിക്കലി ഇക്വാലന്റ് ആണ്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്ന് കിട്ടും. ഇനി പ്രൂഫ് ബൈ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പല കേസുകളായിട്ട് ചെയ്യണത്. ഒന്നിലധികം കേസുകൾ വരും. അതായത് ഇപ്പൊ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഒരു പി എന്ന് പറയുന്നത് ഒരു P1 ഓർ P2 ഓർ എക്സെട്രാ സം Pn ആണ്. അപ്പോ അത് ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഓരോ ഇംപ്ലിക്കേഷൻ ചെയ്യണത് P1 ഇംപ്ലൈസ് ക്യൂ, P2 ഇംപ്ലൈസ് ക്യൂ എക്സെട്രാ Pn ഇംപ്ലൈസ് ക്യൂ ചെയ്തിട്ട് അതിന്റെ എല്ലാം ലോജിക്കലി ആൻഡ് എടുത്താൽ മതി. അങ്ങനത്തെ കേസും ഉണ്ട്. അല്ലാത്ത കേസ് നമ്മൾ ചെയ്തിരുന്നു. അതായത് 2 കേസൊക്കെ ആയിട്ട് 2-3 കേസുകളൊക്കെ വരുന്ന ടൈപ്പ്. അതാണ് പ്രൂഫ് ബൈ കേസസ്. പിന്നെയാണ് എക്സിസ്റ്റൻസ് പ്രൂഫ്. അതായത് there exists x p of x ടൈപ്പ്.
അതായത് നമുക്കൊരു എക്സ് ഉണ്ട്, പി ഓഫ് എക്സ് ട്രൂ ആവുന്ന രീതിയിൽ എന്ന് ആ എക്സിന്റെ എക്സിസ്റ്റൻസ് ആണ് പറയേണ്ടത്. അത് രണ്ട് തരമുണ്ട്, കൺസ്ട്രക്റ്റീവും ഉണ്ട്, നോൺ കൺസ്ട്രക്റ്റീവും ഉണ്ട്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ഉണ്ടാവും. നോൺ കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല, നമ്മൾ ആ വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ഇൻഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട്. അത് മെയിൻ ആയിട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുക. അതായത് ഫോൾസ് ആണെന്ന് വിചാരിച്ചിട്ട് കോൺട്രഡിക്ഷനിൽ എത്തും, അപ്പൊ ഗിവൺ ഇതെന്ന് പറയുന്നത് ട്രൂ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൂഫ്സ്. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറെ എക്സാമ്പിൾസ് ചെയ്തല്ലോ, ഓരോന്നിന്റെ രണ്ട് എക്സാമ്പിൾ ഒക്കെ വെച്ച് ചെയ്തല്ലോ. അപ്പൊ ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ n ഓടാണെങ്കിൽ n സ്ക്വയർ ഓടാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് അത് പ്രൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ട്രിവിയൽ മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ എങ്ങനെയാണ് ഓരോന്നുകളും, അതായത് ഡയറക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, പി ട്രൂ ആണെന്ന് എടുത്തിട്ട് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക, ട്രിവിയൽ ആണെങ്കിൽ ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ എന്താണ് ഓരോന്നിലും ചെയ്യണേ എന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്, തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ അത് നോക്കുക. പിന്നെ വരുന്നതാണ് കൗണ്ടർ എക്സാമ്പിൾ. അതായത് നമുക്ക് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആണെന്ന് കാണിക്കാനായിട്ട് പി ഓഫ് എക്സ് ഫോൾസ് ആവുന്ന ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു കാണിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു എക്സ് ആണ്, അതിന്റെ ഇതിനാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കാര്യം തെറ്റാന്ന് കാണിക്കാനായിട്ട് അതിനൊരു എക്സാമ്പിൾ കൊടുത്താൽ മതി. ഈ കേസ് എടുക്കുമ്പോൾ ഇത് ശരിയാവില്ല എന്ന് പറയുന്ന രീതിയിൽ. അതിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എല്ലാ പ്രൈംസും ഓടാണ് എന്നുള്ളത്, അത് തെറ്റാണ്. അതിന്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. ഇപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ 2 ഈവൻ പ്രൈം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിനാണ് കൗണ്ടർ എക്സാമ്പിൾസ് എന്ന് പറയാം. ചിലപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിന്റെ കൗണ്ടർ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയും 5 ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോ നിങ്ങൾക്ക് ഇനിയിപ്പോ മറ്റേ സിംപ്ലിഫിക്കേഷന്റെയും കൂടെ പറഞ്ഞു തരാനല്ലേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊഡ്യൂൾ മൊത്തം കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം പ്രോബ്ലംസ് ഒക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് 3 ചാപ്റ്ററിന്റെ വരെയാണ് അസൈൻമെന്റ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളത്. 4-മത്തെയും 5-മത്തെയും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് ഞാൻ ഇനി ഒന്നിച്ച് തരാം. അതായത് അപ്പോ ആദ്യത്തെ 3 ചാപ്റ്ററിൽ കുറവായിരിക്കും, പിന്നത്തെ അപ്പോ കുറെ പ്രോബ്ലംസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് നാളെയും കൂടെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ എന്നാലും ഓരോ ദിവസം ഓരോരുത്തരായിട്ടൊക്കെ ഒരു പീരീഡ് ഒക്കെ വെച്ച് ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ തീരില്ലല്ലോ. അപ്പോ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടൊക്കെ തരാം. അപ്പൊ നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുക. ടൈം എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ടല്ല കേട്ടോ ഉദ്ദേശിക്കണേ, 2 ദിവസമൊക്കെ മാക്സിമം. അതായത് ഇപ്പം നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ, സംഭവം എന്താന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്നാവുമ്പോൾ എക്സാം എടുക്കണം നമുക്ക്. എന്നാലേ നമുക്ക് ഈ മൊഡ്യൂൾ അവസാനിപ്പിച്ചിട്ട് അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഞാൻ ടൈം തരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഫുൾ മാർക്ക് കിട്ടുമെന്ന്. നിങ്ങൾക്ക് തന്നെ ആദ്യത്തെ എക്സാം എടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഓരോരുത്തർക്ക് എത്ര മാർക്കൊക്കെയാണ് പോയെന്നൊക്കെ അറിയാലോ. അത് എന്തുകൊണ്ടാണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ അറിയില്ലാണ്ടല്ലോ, അതായത് ചെറിയ ചെറിയ തെറ്റുകളല്ലേ വരുത്തിയത്, അതും അശ്രദ്ധ കൊണ്ടൊക്കെ ട്രൂത്ത് ടേബിളും അതൊക്കെയല്ലേ തെറ്റിച്ചത്. അപ്പോ അതിനാണ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കണേ, ചെയ്ത് ശീലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെയ്തിട്ട് പിന്നെയും അതൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക ശരിയാണോ എന്നൊക്കെ എക്സാമിനാണെങ്കിലും. അപ്പൊ അതിനു വേണ്ടിയുള്ള സമയം കൂടെ കണ്ടെത്തുക. അപ്പോ നന്നായിട്ട് പഠിച്ചിട്ട് എല്ലാവരും നല്ല മാർക്ക് വാങ്ങണം. അങ്ങനെ തീരെ കുറവൊന്നും ആർക്കും ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങണം. അതായത് രണ്ടാമതൊരു എക്സാം ഞാൻ എടുക്കില്ല, ഒരൊറ്റ എക്സാം എടുക്കുള്ളൂ. അതിന് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.